ഗുരുവായൂർ എന്നിട്ടുള്ള സെക്കൻഡ് വ്ലോഗാണിത്. അപ്പം ഞങ്ങൾ തന്നെ റെഡിയായി ഞങ്ങളൊരു 2:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ മുല്ലപ്പൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും മുല്ലപ്പൂ വെക്കണം എന്ന് തീരുമാനിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് പോകാമെന്ന് കരുതി മുല്ലപ്പൂ വാങ്ങാൻ തീരുമാനിച്ചു. 2 മുഴം വാങ്ങി, ഞാൻ 1 മുഴം എടുത്ത് അമ്മയും കുഞ്ഞമ്മയും കൂടി അത് മുറിച്ച് അവരത് ഷെയർ ചെയ്ത് വെച്ച്. ഞാൻ ഗുരുവായൂരപ്പനെ ഒരുപാട് വർഷം ശേഷം കാണാൻ പോകുന്നുണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഗുരുവായൂരപ്പന് കൊടുക്കണമെന്ന് മനസ്സുകൊണ്ട് ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നത് ഗുരുവായൂരപ്പൻ്റെ നാമം ഒരു ബുക്ക് നിറയെ എഴുതി കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാനത് എഴുതി ഒരു ബുക്ക് നിറയെ ഗുരുവായൂരപ്പൻ്റെ നാമം എഴുതിയ ബുക്കായിട്ടാണ് ഞാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കൃഷ്ണനെ കണ്ട സമയത്ത് എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. രാവിലെയുള്ള ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പകൽ കിട്ടാറില്ല. രാവിലെയും രാത്രിയിലുമാണ് ഗുരുവായൂർ അമ്പലം എത്ര മനോഹരമായിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ഏകദേശം 2:30 ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ 5-6 മണിക്കൂർ എടുത്ത് ക്യൂ നിന്ന് ഏകദേശം 8 മണി ഭഗവാനെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ. പക്ഷെ അത്രയും നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ഷമ സഹിച്ചും നമ്മുടെ അത്രയും എന്താ പറയുക ആരോഗ്യങ്ങളും എല്ലാം കളഞ്ഞ് നമ്മൾ നിന്നിട്ട് ഭഗവാന്റെ തിരുസന്നിധി ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. കാര്യം വർഷങ്ങളോളമുള്ളൊരു കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക, അത് എത്ര സെക്കൻഡും ആയിക്കോട്ടെ, പക്ഷെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് ഞാൻ നിറഞ്ഞ മനസ്സോടെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ബുക്ക് ഞാൻ വെച്ചത് കൊടിമരത്തിൻ്റെ മുമ്പിലായിട്ടാണ്, കിഴക്കേ നടയിൽ. അവിടെയാണ് ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർ കിഴക്കേ നടയിൽ കൊടിമരത്തിൻ്റെ മുമ്പിൽ വെച്ചാൽ മതി. എഴുതി കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഏത് രീതി വേണമല്ലോ, ബുക്കിൽ എഴുതാം, പേപ്പറിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ പിന്നീട് അത്തപ്പൂക്കളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അത്തം ദിവസമായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ ഗുരുവായൂർ വിശേഷങ്ങളും അപ്ഡേറ്റ്സുകളും കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതെല്ലാം കൂടി പറയാൻ നിങ്ങൾക്ക് നല്ല ലാഗാവും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ വൈകുന്നേരം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ബൈ ബൈ, സീ യു.